മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അനീഷ് മൈനാവപ്പള്ളി. എഡ്യൂസർ ഗ്യാലറിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു പുതുമയുള്ള വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പുതുമ എന്ന് വെച്ചാൽ എനിക്ക് പുതുമയുള്ള കാര്യമാണ്, വേറെ ഒന്നുമല്ല. നമ്മുടെ IPL 2026 IPL സ്റ്റാർട്ട് ചെയ്തു. IPL ഇന്നലെ ഉദ്ഘാടന മത്സരം കഴിഞ്ഞു. RCB ജയിച്ചു. അപ്പം RCB ജയിച്ചു. ആ കളിയുടെ ഒരു വിശകലന വീഡിയോ. കഴിഞ്ഞ വേൾഡ് കപ്പ് സഞ്ജുവിൻ്റെ മികച്ച പ്രകടനത്തിൻ്റെ ഫലമായിട്ട് ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിട്ടി. ആ വേൾഡ് കപ്പ് തൊട്ടേ കുറേ റിവ്യൂസ് അല്ലെങ്കിൽ വിശകലന വീഡിയോകൾ പലതും കാണാറുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ മനസ്സിലോട്ട് ആഗ്രഹിച്ചു, കാര്യം നമ്മൾ കൊച്ചുനാൾ തൊട്ട് സ്പോർട്സിൻ്റെ പുറകിൽ ക്രിക്കറ്റ് ആണെങ്കിലും ഷട്ടിലാണെങ്കിലും ഫുട്ബോൾ അതുപോലെ വോളിബോൾ ഇങ്ങനെ കുറേ നടന്നൊരു വ്യക്തിയാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം അതിനെ വെച്ചുകൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഒരു വിശകലന വീഡിയോസും അതുപോലെ കൂടെ പല ഫ്രണ്ട്സിനെയുള്ള പുതിയ ആൾക്കാരെ പരിചയപ്പെടാനും നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്താനും ഒക്കെ പറ്റും. ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഒരു ആധിക്യം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെയാണ് ബിസിനസ് രംഗമാണെങ്കിലും ശരി തന്നെ മറ്റെന്ത് മേഖലയും ഡെവലപ്പായി വരുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ കൊണ്ട് ഗുണമുണ്ട്, ദോഷമുണ്ട്. അപ്പം ഗുണകരമായ പല കാര്യങ്ങളും നമ്മുടെ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. അപ്പം ഞാനപ്പോൾ അതിനെക്കുറിച്ചൊരു വിശകലന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്ന, ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചെയ്യുകയാണ് ഈ ഒരു മേഖലയെക്കുറിച്ച്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും അപ്ഡേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ച് കമൻ്റായിട്ടായാലും നിങ്ങളൊന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പം വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാ ക്രിക്കറ്റ് പ്രേമികളും വളരെ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന IPL സീസൺ 2026 മത്സരങ്ങൾക്ക് ഇന്നലെ തുടക്കമായി. ബാംഗ്ലൂരിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ആരംഭിച്ച് ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി ഏറ്റുമുട്ടി. അപ്പോൾ ഇന്നലെ നടന്ന അതിവാശിയേറിയ ആ മത്സരത്തിൽ 6 വിക്കറ്റിൻ്റെ വളരെ ത്രസിപ്പിക്കുന്ന വിജയമാണ് RCB സ്വന്തമാക്കിയത്. ആ മത്സരത്തിൻ്റെ വിശകലനമാണ് ഞാനിന്ന് നടത്തുന്നത്. 2026 RCBയുടെ ടീം സ്ക്വാഡ് ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7 ബാറ്റ്സ്മാൻമാരും 3 വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരും 7 ഓൾറൗണ്ടർമാരും 8 ബൗളർമാരും ഉൾപ്പെടെ 25 അംഗങ്ങളടങ്ങിയ ടീം സ്ക്വാഡാണ് RCBക്കുള്ളത്. ഈ ടീമിനെ മധ്യപ്രദേശിൽ നിന്നുള്ള രജത് പട്ടിഡാറാണ് നയിക്കുന്നത്. ആദ്യ മത്സരത്തിലെ പ്ലേയിങ് 11 നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. രജത് പട്ടിഡാർ ക്യാപ്റ്റൻ, വിരാട് കോഹ്ലി, ഫിൽ സാൾട്ട്, ജിതേഷ് ശർമ്മ, ടിം ഡേവിഡ്, ഡേവിഡ് ഷെപ്പേർഡ്, കൃണാൽ പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ, അഭിനന്ദൻ, ഡഫി, സായുഷ്, ഈ 11 അംഗങ്ങളും. അതുകൂടാതെ ഇമ്പാക്റ്റ് സബ് ഓപ്ഷനിൽ 5 പേരുണ്ടായിരുന്നു. ഇന്നലത്തെ മാച്ചിൽ ആദ്യ മത്സരത്തിൽ ഇമ്പാക്റ്റ് സബ് ഓപ്ഷനിലേക്ക് കളിക്കാൻ ഇറങ്ങിയത് നമ്മുടെ ദേവദത്ത് പടിക്കലായിരുന്നു. അതുപോലെ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ടീം സ്ക്വാഡ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 3 ബാറ്റ്സ്മാൻമാരും 3 വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരും 10 ഓൾറൗണ്ടർമാരും 9 ബൗളർമാരും ഉൾപ്പെടെ 25 അംഗങ്ങളടങ്ങുന്ന ടീം സ്ക്വാഡാണ് ഉള്ളത്. പാറ്റ് കമ്മിൻസിന് പരിക്കായതിനാൽ ജാർഖണ്ഡിൽ നിന്നുള്ള ഇഷാൻ കിഷനാണ് ടീം ക്യാപ്റ്റൻ. സൺറൈസേഴ്സിൻ്റെ പ്ലേയിങ് 11 നമ്മൾ പരിശോധിക്കുമ്പോൾ ഇഷാൻ കിഷൻ ക്യാപ്റ്റൻ, അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, ഹെൻറിച്ച് കലാസൻ, അങ്കിത് ശർമ്മ, നിതീഷ് കുമാർ റെഡ്ഡി, സലിൽ അറോറ, ഹർഷ് ദുബെ, ഹർഷൽ പട്ടേൽ, ജാവേദ് ഉനദ്കർ, എയ്സാൻ മലിംഗ. ഇമ്പാക്റ്റ് സബ് ഓപ്ഷനിൽ ഇന്നലെ ഇറങ്ങിയത് ഡേവിഡ് പെയിനിയായിരുന്നു. ഇനി നമുക്ക് കളിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കഴിഞ്ഞ IPL വളരെ സ്ഫോടനാത്മകമായിട്ടുള്ള തുടക്കങ്ങൾ സമ്മാനിക്കുന്ന ഒരു ഓപ്പണിംഗ് ജോഡിയാണ് ട്രാവിസ് ഹെഡും അതുപോലെ അഭിഷേക് ശർമ്മയും. പക്ഷേ ഇന്നലെ നടന്ന മത്സരത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേരും നിറം മങ്ങിയ പ്രകടനമാണ് കാഴ്ചവെച്ചത്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ പവർ പ്ലേ ഓവറിൽ തന്നെ അവർക്ക് 3 വിക്കറ്റ് നഷ്ടത്തിൽ 49 റൺസ് മാത്രമേ അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. 4-ാം വിക്കറ്റിലെ കലാസനും ഇഷാനും തമ്മിലുള്ള ഒരു 50 റൺസിൻ്റെ പാർട്ണർഷിപ്പ്, 27 ബോളിൽ 50 റണ്ണിൻ്റെ പാർട്ണർഷിപ്പാണ് ടീമിൻ്റെ തകർച്ചയിൽ നിന്ന് കരകയറാൻ സഹായിച്ചത്. കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഒരു തനിയാവർത്തനം എന്നുള്ള രീതിയിലായിരുന്നു ഇഷാൻ കിഷൻ്റെ ബാറ്റിംഗ്. 38 ബോളുകളിൽ നിന്നും 5 സിക്സിൻ്റെയും 8 ബൗണ്ടറികളുടെയും
അകമ്പടിയോടുകൂടി 80 റണ്ണ് സ്കോർ ചെയ്ത ഇഷാൻ കിഷൻ്റെ ബാറ്റിങ്ങും അതോടെ തന്നെ അവസാന ഓവറുകളിൽ അങ്കിത് ശർമ്മ നടത്തിയ ഒരു ബാറ്റിംഗ് പ്രകടനം, ഈ രണ്ട് ബാറ്റിങ്ങിൻ്റെ പ്രകടനത്തിൻ്റെ മികവുകൊണ്ടാണ് ടീം സ്കോർ 20 ഓവറിൽ 201 നേടാൻ വേണ്ടി നമ്മുടെ SRHനെ സഹായിച്ചത്. അതുപോലെ തന്നെ നമ്മൾ RCBയുടെ ബൗളിംഗ് നോക്കുകയാണെങ്കിൽ RCB ബൗളർമാരായ ജേക്കബ് ഡഫിയും ഭുവനേശ്വർ കുമാറും ഒഴികെ ബാക്കി 4 ബൗളേഴ്സും നല്ല രീതിയിൽ റൺസ് വിട്ടുകൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ കളിയിൽ എടുത്തു പറയേണ്ട 3 ക്യാച്ചുകൾ, ഫിൽ സാൾട്ടിൻ്റെ 3 ക്യാച്ചുകൾ, അത്ര മനോഹരമായ 3 ക്യാച്ചുകളുണ്ടായിരുന്നു. അങ്ങനെ 20 ഓവറിൽ 202 എന്ന വിജയലക്ഷ്യമായി ബാറ്റിംഗ് ആരംഭിച്ച RCBയുടെ തുടക്കം അത്ര പന്തിയല്ലായിരുന്നു. അവർക്ക് രണ്ടാമത്തെ ഓവറിൽ തന്നെ അവർക്ക് ഫസ്റ്റ് വിക്കറ്റ് അവർക്ക് നഷ്ടപ്പെട്ടു. ഫിൽ സാൾട്ട് ഔട്ടായി. തുടർന്ന് ഇമ്പാക്റ്റ് സബ് ഓപ്ഷനിൽ ഫസ്റ്റ് ഓണായിട്ട് ഇറങ്ങിയ ദേവദത്ത് പടിക്കൽ കഴിഞ്ഞ രഞ്ജി അതുപോലെ തന്നെ മുഷ്താഖ് അലി സീരീസുകളിൽ നടത്തിയ മിന്നും പ്രകടനം, അതേ ഫോമിൽ മികച്ച ബാറ്റിംഗ്, അതായത് രണ്ടാം വിക്കറ്റിൽ കോഹ്ലിക്കൊപ്പം രണ്ടുപേരും കൂടി 44 ബോളിൽ 100 റണ്ണിൻ്റെ പാർട്ണർഷിപ്പാണ് ഇവർക്കൊരു വളരെ എളുപ്പത്തിലുള്ള വിജയം RCBക്ക് സമ്മാനിച്ചത്. പടിക്കൽ പുറത്തായതിനു ശേഷം വന്ന ക്യാപ്റ്റൻ രജത് പട്ടിദാർ അപാര ഫോമിലായിരുന്നു. മൂന്നാം വിക്കറ്റിൽ കോഹ്ലിയോടൊപ്പം 19 ബോളിൽ 50 റണ്ണിൻ്റെ പാർട്ണർഷിപ്പോടെ ആയപ്പോഴത്തേക്ക് അതൊരു അനായാസ വിജയമായി മാറി. 38 പന്തുകളിൽ നിന്നും പുറത്താകാതെ 5 ബൗണ്ടറികളുടെയും 5 സിക്സറിൻ്റെ അകമ്പടിയോടുകൂടി 69 റൺസ് നേടി വിരാട് കോഹ്ലി തൻ്റെ ബാറ്റിംഗ് പ്രതിഭ തെളിയിച്ചപ്പോൾ RCB 15.4 ഓവറിൽ മിന്നും വിജയം കരസ്ഥമാക്കി. 4 ഓവറിൽ 5.5 ശരാശരിയിൽ 22 റൺസ് വഴങ്ങി 3 വിക്കറ്റുകൾ കരസ്ഥമാക്കിയ ഡാരൻ ഡഫി കളിയിലെ താരമായി. ഈ ത്രസിപ്പിക്കുന്ന വിജയത്തിലൂടെ പോയിൻ്റ് പട്ടികയിൽ മികച്ച റൺ ശരാശരിയിൽ വിലപ്പെട്ട 2 പോയിന്റുകൾ കരസ്ഥമാക്കാൻ RCBക്ക് കഴിഞ്ഞു. അടുത്ത മത്സരത്തിൻ്റെ വിവരണവുമായി ഉടൻ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.